Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ബസ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാലടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു. സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ് കേന്ദ്രത്തോട് ചേർന്ന് സ്ഥാപിച്ച LED ഡിസ്പ്ലേ ബോർഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു. ബസ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷയും ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാലടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു. സ്റ്റാൻഡിലെ അനൗൺസ്മെന്റ് കേന്ദ്രത്തോട് ചേർന്ന് സ്ഥാപിച്ച LED ഡിസ്പ്ലേ ബോർഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു. കാലടിയിലെത്തുന്നവർക്ക് ബസ്സുകളുടെ വിവരങ്ങളും മറ്റും അറിയുന്നതിനുള്ള ആധുനിക സംവിധാനം ഇന്നു മുതലൂടെ പ്രാവർത്തികമാകുകയാണ്. നമുക്കറിയാം, സ്വകാര്യ ബസ്സുകൾ പഴയകാലത്തെ പോലെ വലിയ ലാഭത്തിലൊന്നുമല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. പലരും ഈ മേഖല വിട്ടുപോകുന്ന ഒരവസ്ഥയിലാണ്. കാരണം ദൈനംദിനമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ ഗണ്യമായ കുറവ് വന്നു. ആളുകൾ കൂടുതൽ സ്വയം പര്യാപ്തതയിൽ സ്വന്തം വാഹനങ്ങളിലേക്ക് തിരിഞ്ഞതോടുകൂടി ബസ്സുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. അങ്ങനെയൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകാർ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ ഈ ടാക്സ് കൊടുക്കുന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഞാനൊരു പ്രാദേശിക സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടേറിയ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോട് കൂടെ നിൽക്കാനും കാലടിയിൽ അങ്കമാലി മേഖലയിലെ ബസ് ഓണേഴ്സ് തയ്യാറാകുന്നു എന്നുള്ളതിൽ ഈ അവസരത്തിൽ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിവിധ റൂട്ടുകളിലേക്കുള്ള സമയവിവരം പ്രദർശിപ്പിക്കുന്നതോടൊപ്പം കമ്പ്യൂട്ടർ സഹായത്തോടെ അനൗൺസ്മെന്റും നടത്തും. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളുടെ സമയം അറിയുവാൻ ഇപ്പോൾ പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. നമ്മൾ പലരും വന്ന് അവിടെ അനൗൺസിങ്ങിലിരിക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവരും അവരുടെ ഡ്യൂട്ടിയുടെ സമയത്ത് കൃത്യമായിട്ട് ഒരുപക്ഷെ അവർക്ക് മറുപടി പറയാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് വലിയ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എയർപോർട്ടിലും ഒക്കെ കണ്ടിട്ടുള്ള രീതിയിൽ ഒരു LED ഡിസ്പ്ലേ ബോർഡ് ഇവിടെ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ആഴ്ചയില് എല്ലാ ദിവസവും സ്വകാര്യ ബസ്സുകൾ CFനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇന്ന് സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം ആഴ്ചയിൽ 2 ദിവസമായി ചുരുക്കി. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. കാരണം ശനിയാഴ്ച CFന് ചെല്ലുന്ന വണ്ടി എന്തെങ്കിലും കാരണം അറിഞ്ഞ് മടക്കി വിട്ടാൽ അതൊക്കെ സ്വാഭാവികമാണ്. പിറ്റേ ദിവസം കാണിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് മാറുകയാണ്. പിന്നെ കാണിക്കണമെങ്കിൽ ബുധനാഴ്ച ആവണം. ബുധനാഴ്ച CFന് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാരണം ഒന്നും മടക്കിയാൽ അത് ശനിയാഴ്ചയാവും. അപ്പം അതുകൊണ്ട് ഈ വ്യവസായത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് CF ആഴ്ചയിൽ എല്ലാ ദിവസവും ആക്കുന്നതിനുള്ള നടപടി ആരംഭിക്കണം എന്നൊരു റിക്വസ്റ്റ് ഈ ഉദ്ഘാടന വേളയിൽ എനിക്ക് സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ ഞങ്ങൾ ബസ് ഉടമകളുടെ ഒരു ആവശ്യമായിട്ട് സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് വെക്കുകയാണ്. സാർ സ്റ്റാൻഡിനകത്തും പുറത്തെ റോഡിലും ദൂരക്കാഴ്ച ലഭിക്കുന്ന കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചു. മേഖലയിലെ 200-ൽ പരം ബസ്സുകളുടെ വിവിധ റൂട്ടുകളിലെ സമയക്രമം ബസ്സർ എന്ന മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കുന്നതിനും നടപടികൾ ആരംഭിച്ചു. കാലടി ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് APGB അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി ജിജോ, പഞ്ചായത്ത് അംഗം PB സജീവ്, അങ്കമാലി ജോയിന്റ് RTO KB അഭിലാഷ്, കാലടി പോലീസ് സബ് ഇൻസ്പെക്ടർ ജെയിംസ് മാത്യു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുൽഫിക്കർ, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, ജിജോ ജോണി, നവീൻ ജോൺ, TS സിജു കുമാർ, ജോളി തോമസ്, PB ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഈ കാലടി ടൗണിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമാണ് ബസ് സ്റ്റാൻഡ് പരിസരം, തൊട്ട് ഓപ്പോസിറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ ഈ മണ്ഡലകാലത്ത് തന്നെ ഇതിങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചത് ഏറ്റവും നല്ല കാര്യം. അയ്യപ്പന്മാരുടെ തിരക്ക് എല്ലാം കൊണ്ടും
5 ക്യാമറകൾ നമുക്ക് എല്ലാ രീതിയിലും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം പ്രത്യേകം എന്നത് പറയാനുള്ളത്, നമ്മൾ പല സ്ഥലത്തും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. എല്ലാ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ക്യാമറ പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ ബാക്കപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാമറ വർക്കിംഗ് ആവില്ല. നമുക്ക് ഈ റോഡ് ഫേസ് ആയിട്ടുള്ള ക്യാമറ അത് വളരെ പ്രയോജനപ്പെടും. നൈറ്റൊക്കെ ഈ പരിസരത്ത് ധാരാളം ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. 1 മാസം മുമ്പ് വരെ ഈ തൊട്ട് ജസ്റ്റ് ഈ എൻട്രിയിൽ ഒരു ട്രെയിലർ ഇടിച്ച് ഒരാൾക്ക് കൈ ഏകദേശം നഷ്ടപ്പെട്ട കണ്ടീഷനിലായി. നമുക്ക് ആ വണ്ടി ട്രേസ് ചെയ്യാൻ ഒത്തിരി താമസം വന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. അത് പരിശോധിക്കുകയും വേണം. ക്യാമറ വർക്കിംഗ് ആണെന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. ഒരു സംവിധാനം ഡിജിറ്റൽ ആകുന്നു അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്ന പ്രക്രിയയിലൂടെ പോകുന്നു, തുടരുന്നു, നവീകരിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ സംവിധാനത്തിനെ ബാധിച്ചിരിക്കുന്ന ജരാനരകൾ കൊഴിഞ്ഞുപോയി എന്നാണ് അതിനർത്ഥം. ഇന്നലകളിൽ ഉണ്ടായിരുന്ന പല അപാകതകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതിനപ്പുറത്തേക്ക് ഈ പുത്തൻ ലോകത്തിന്റെ ഉണർവിലേക്ക് ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഈ സംവിധാനം, ഈ അസോസിയേഷൻ ഉണർന്നു എന്നൊരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്.